മുസ്ലിം കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന യൂറോപ്പിലെ അതിസമ്പന്നമായ രാജ്യമാണ് നോർവേ. 40 വർഷം മുമ്പ് 1000 മുസ്ലിങ്ങൾ മാത്രമേ നോർവേയിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 2 ലക്ഷമായി മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ നോർവേയുടെ ജനസംഖ്യയുടെ 3% മുസ്ലിങ്ങളാണ്. കൂടുതൽ മുസ്ലിങ്ങളും താമസിക്കുന്നത് തലസ്ഥാന നഗരിയായ ഓസ്ലോയിലും ചുറ്റുവട്ടത്തുമാണ്. വിദേശ കുടിയേറ്റക്കാരാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും. എങ്കിലും ചെറിയൊരെണ്ണം നോർവേക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിം പെൺകുട്ടികളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോകുന്ന ചെറുപ്പക്കാരാണ് കല്യാണം കഴിക്കാൻ വേണ്ടി ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. നോർവേയിൽ മുസ്ലിങ്ങളോട് വമ്പിച്ച സഹാനുഭൂതിയും സ്വാഗതവും കാണിക്കുന്നുണ്ട്. എങ്കിലും ഇസ്ലാമിക സംസ്കാരം പ്രദർശിപ്പിക്കുവാൻ നോർവേയിൽ അനുവദിക്കുന്നില്ല. പള്ളികൾക്ക് മിനാരം കെട്ടാൻ അനുവദിക്കാത്തതുകൊണ്ട് എല്ലാ പള്ളികളും പ്രാർത്ഥനാ മുറികളായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും വിദേശ സംസ്കാരം ഇവിടെ എടുത്തു കാണിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ പള്ളികൾ കൂടുതൽ മനോഹരമായി പ്രദർശിപ്പിക്കുവാനും മുസ്ലിം പള്ളികൾ പ്രാർത്ഥനാ മുറികളായി 2ാം നിലയിലും 3ാം നിലയിലും ഒതുങ്ങിക്കഴിയുവാനും നിർബന്ധിതരാകുന്നു. നോർവേയിൽ സൗജന്യമായി ഒരു പള്ളി ഉണ്ടാക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചപ്പോൾ നോർവീജിയൻ ഗവൺമെന്റ് അതിന് അനുവാദം നൽകിയില്ല. സൗദി അറേബ്യയുടെ അഭ്യർത്ഥനയ്ക്ക് നോർവേ കൊടുത്ത മറുപടി, സൗദി അറേബ്യയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടാക്കാൻ അനുവാദം തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കുവാൻ സമ്മതിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ സൗദി അറേബ്യ ഈ ഓഫറിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഇത്തരത്തിൽ മുസ്ലിങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും അതേസമയം സ്വന്തം സംസ്കാരം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി നോർവേ അറിയപ്പെടുന്നു. സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥിനികൾ ഹിജാബ് അണിയുന്നത് നോർവേയിൽ നിരോധിച്ചിട്ടുണ്ട്. അധ്യാപികമാരും ഹിജാബ് അണിയുവാൻ പാടില്ല. എന്നാൽ നോർവേയിലെ നഗരങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ധാരാളമായി ഹിജാബ് അണിഞ്ഞ പെൺകുട്ടികളെ കാണുവാൻ പറ്റും. പൊതുസ്ഥലങ്ങളിൽ ഹിജാബ് അണിയുന്നതിന് പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നുമില്ല. എന്ന് മാത്രമല്ല, നോർവേയിലെ മുസ്ലിങ്ങൾ പൊതുവെ മതനിഷ്ഠ കുറഞ്ഞവരാണ്. 18% മുസ്ലിങ്ങൾ മാത്രമേ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നുള്ളൂ. ഹൈസ്കൂളുകളിലെ കുട്ടികൾ 1/4 ഭാഗം മാത്രമേ ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്നുള്ളൂ. പൊതുവെ ഒരു നിരീശ്വരവാദ സംസ്കാരമാണ് നോർവേയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളത്. മുസ്ലിങ്ങളുടെ ഇടയിലും ഈ നിരീശ്വരവാദ സംസ്കാരത്തിന് സ്വാധീനമുണ്ട്. ശരീഅത്ത് നടപ്പാക്കാൻ താല്പര്യമുണ്ടോ എന്ന് പത്രക്കാർ സർവേ നടത്തിയപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഭൂരിഭാഗം നോർവീജിയൻ മുസ്ലിംസും അഭിപ്രായപ്പെട്ടത്. അതേസമയം യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലും ശരീഅത്ത് നടപ്പാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ പ്രകടനം നടത്തുന്നതും കുഴപ്പമുണ്ടാക്കുന്നതും സർവ്വസാധാരണമാണ്. നോർവേയിലെ മുസ്ലിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു മതപരമായ തീവ്രതയിൽ താല്പര്യമില്ല. നോർവേയിലെ മുസ്ലിങ്ങളിൽ കൂടുതൽ പാകിസ്ഥാനികളാണ്. ഏകദേശം 30,000-ഓളം പാകിസ്ഥാനികൾ ഉണ്ടാവും. അത്ര തന്നെ സോമാലിയക്കാരും ഇവിടെയുണ്ട്. ബാക്കിയുള്ളവർ ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ആഫ്രിക്കക്കാരുമാണ്. നോർവേയിലെ പള്ളികൾ സാംസ്കാരിക കേന്ദ്രങ്ങളായി കൂടി പ്രവർത്തിക്കുന്നു. 2ാം നിലയിലും 3ാം നിലയിലും ഒളിച്ചിരിക്കുന്ന പല പ്രാർത്ഥനാ മുറികളിലും ലൈബ്രറികളും മദ്രസകളും ഉണ്ടാകും. നോർവേയിലെ മുസ്ലിങ്ങൾ പള്ളിയിൽ വരുന്നത് പരസ്പരം കണ്ടുമുട്ടുവാനും പരിചയപ്പെടുവാനും സൗഹാർദ്ദമുണ്ടാക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് വിശ്രമിക്കുവാനും വിനോദ ഉപാധികൾ ഉൾപ്പെടുന്നതുമായ കമ്മ്യൂണിറ്റി ഹാളുകളും പള്ളികളുടെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ടാകും. കർണാടകയിലെ പള്ളികളിൽ നിസ്കരിക്കുകയല്ലാതെ വർത്തമാനം പറയുകയോ ലോഗ്യം കൂടുകയോ ചെയ്യുന്നത് കർക്കശമായി നിരുത്സാഹപ്പെടുത്തുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ പള്ളികളിൽ അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതും സംസാരിക്കുന്നതും എന്തിനേറെ മൊബൈൽ ഫോണിലേക്ക് നോക്കുന്നത് പോലും വലിയ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംസ്കാരമാണ് നോർവേയിലെ പള്ളികളിലും കാണാൻ പറ്റുന്നത്. നോർവേയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഇസ്ലാമിക ബോധം വളർന്നു വരുന്നുണ്ട്. ഓസ്ലോ സർവകലാശാലയിൽ മുസ്ലിം സ്റ്റുഡൻറ് സൊസൈറ്റി എന്ന ഒരു യുവജന സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അവർ ക്രിസ്തുമത പണ്ഡിതന്മാരുമായി സംവാദങ്ങളും ചർച്ചകളും നടത്താറുണ്ട്. ഇഫ്താർ പാർട്ടികളും പതിവായി സംഘടിപ്പിക്കുന്നു. സാമ്പത്തികമായി പ്രയാസമുള്ള മുസ്ലിങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതികളും മുസ്ലിം സ്റ്റുഡൻസ് സൊസൈറ്റി നടത്താറുണ്ട്. നോർവേയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സംഘടന ഇസ്ലാമിക് കൗൺസിൽ ഓഫ് നോർവേ ആണ്. 60,000 മെമ്പർമാർ ഈ സംഘടനയിലുണ്ട്. സുന്നികൾക്കും ഷിയാക്കൾക്കും പ്രത്യേകം സംഘടനകൾ നോർവേയിലില്ല. എല്ലാവരും ഇസ്ലാമിക് കൗൺസിൽ ഓഫ് നോർവേയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു.
നോർവേയിലെ ഗവൺമെന്റ് ഈ സംഘടനയെ അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഗവൺമെന്റുമായി ആശയവിനിമയവും വിലപേശലും നടത്തുന്നത് ഈ സംഘടനയുടെ കാർമ്മികത്വത്തിലാണ്. അതുപോലെ ക്രിസ്ത്യൻ സംഘടനകളുമായി ചർച്ചകളും സെമിനാറുകളും വാഗ്വാദങ്ങളും നടത്തുന്നതും ഈ സംഘടനയുടെ ഒരു പ്രവർത്തന രീതിയാണ്. എന്ന് മാത്രമല്ല, നോർവേയിലെ മുഖ്യധാര സമൂഹത്തെ പോലെ LGBT സപ്പോർട്ട് ചെയ്യുവാനും ഇസ്ലാമിക് കൗൺസിൽ ഓഫ് നോർവേ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നോർവേയിലെ മുഖ്യധാര സമൂഹത്തിൽ ഈ സംഘടനയ്ക്ക് നല്ല അംഗീകാരവുമുണ്ട്. എല്ലാ കൊല്ലവും നോമ്പുകാലത്ത് ഈദ് മേള നടത്താറുണ്ട്. ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് പുറമെ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നത് നോമ്പുകാലത്താണ്. ധാരാളം ക്രിസ്ത്യാനികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. നോർവേയിലെ മുസ്ലിങ്ങൾ രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ വമ്പിച്ച സംഭാവന നൽകുന്നുവെന്ന് അവിടെയുള്ള ഭൂരിപക്ഷ സമുദായമായ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. മുസ്ലിങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ഒരു സർവേ നടത്തിയപ്പോൾ പകുതി ക്രിസ്ത്യാനികൾ പറഞ്ഞത് മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നും ഇവിടെ ധാരാളമായി മുസ്ലിങ്ങൾ താമസിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നുമാണ്. എന്നാൽ പകുതി ക്രിസ്ത്യാനികൾ പറഞ്ഞത് മുസ്ലിങ്ങൾ മുഖ്യധാര സമൂഹവുമായി യോജിച്ചു പോകുന്നില്ലെന്നും ഞങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടാൻ പ്രയാസമുണ്ട് എന്നുമാണ്. പെട്രോളിയം മേഖലയിൽ വമ്പിച്ച പുരോഗതിയും പ്രോഫിറ്റുമുള്ള ഒരു രാജ്യമാണ് നോർവേ. എന്നാൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിയത്തിൽ നിന്നുള്ള വരുമാനം ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു പോളിസിയാണ് നോർവേയിലുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കുട്ടികളെ നോക്കുന്ന മേഖലയിലും കോടിക്കണക്കിന് യൂറോ ചെലവഴിച്ച് പെട്രോളിയത്തിൽ നിന്നുള്ള ലാഭം ജനങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന നോർവേയുടെ പോളിസി മറ്റു രാജ്യങ്ങളും അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഡെൻമാർക്ക്, ഫിൻലൻഡ്, സ്വീഡൻ തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ മാത്രമാണ് നോർവേയുടെ ഉദാരമായ വെൽഫെയർ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇംഗ്ലണ്ടും ജർമ്മനിയും ഫ്രാൻസും എപ്പോഴും ഈ നിലവാരത്തിലെത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു വെൽഫെയർ കോൺസെപ്റ്റ് സ്വപ്നത്തിൽ പോലും നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നോർവേയിലെ നഗരങ്ങൾ നല്ല ജനത്തിരക്കുള്ള സ്ഥലങ്ങളാണെങ്കിലും ഗ്രാമപ്രദേശങ്ങൾ ഏറെക്കുറെ കാലിയാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ശരാശരി 16 ആളുകൾ മാത്രമേ നോർവേയിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നുള്ളൂ. കേരളത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 860 ആളുകളാണ് താമസിക്കുന്നത്. ഈ താരതമ്യം വെച്ച് നോക്കുമ്പോൾ വളരെയധികം ജനസാന്ദ്രത കുറഞ്ഞ ഗ്രാമങ്ങളാണ് നോർവേയിലുള്ളത്. പല ഗ്രാമങ്ങളിലും 10-100 ആളുകളെ താമസിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളും നാട്ടുകാർക്ക് യാത്രാ സൗകര്യങ്ങളും ലഭ്യമാക്കുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അതിസമ്പന്ന രാജ്യമാണെങ്കിലും നാട്ടിൻപുറത്ത് ഒരു ബസ് കിട്ടാൻ വലിയ പ്രയാസമാണ്. എല്ലാ വീട്ടിലും 1-2 കാറുള്ളതുകൊണ്ട് ഈ നാട്ടിൽ ബസ്സില്ല എന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത കവായി ഗ്രാമത്തിലേക്ക് ബസ്സുകളില്ല എന്ന് നാട്ടുകാർക്ക് അറിയുകയില്ല. കവായിലെ എല്ലാ വീടുകളിലും നോർവേയിലെ നിലവാരത്തിൽ 2-3 കാറുകൾ ഉള്ളതുകൊണ്ട് കവായി ദ്വീപിലേക്ക് പയ്യന്നൂർ അങ്ങാടിയിൽ നിന്ന് ബസ്സുകളില്ല എന്ന കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. നോർവേ എന്ന അതിസമ്പന്ന രാജ്യത്തിന്റെ നിലവാരത്തിലെത്തിയ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് പയ്യന്നൂരിനടുത്തുള്ള കവായി ദ്വീപ്. നോർവേയിലെ ഗ്രാമങ്ങളിൽ കൂടുതലായും ടൂറിസ്റ്റുകൾ വരുന്നത് ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനും വേണ്ടിയാണ്. ഐസിലുള്ള വിനോദ പ്രവർത്തനങ്ങളിലും ധാരാളം ആളുകൾ താല്പര്യം കാണിക്കുന്നു. പ്രശാന്തസുന്ദരമായ നോർവീജിയൻ ഗ്രാമങ്ങൾ ടൂറിസ്റ്റുകളുടെ സ്വപ്നഭൂമിയായി മാറിയിട്ടുണ്ട്. ഓസ്ലോ പോലെയുള്ള തിരക്കുള്ള നഗരങ്ങളിൽ വിമാനമിറങ്ങിയാൽ മിനിറ്റുകൾക്കുള്ളിൽ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് ടൂറിസ്റ്റുകൾ വാശി പിടിക്കുന്നു. പട്ടണങ്ങളിലെ ബിൽഡിങ്ങുകളും റോഡുകളും കാണാൻ മലയാളികൾക്ക് താല്പര്യമുണ്ടെങ്കിലും യൂറോപ്യൻ ടൂറിസ്റ്റുകൾ ഗ്രാമങ്ങൾ മാത്രമേ ആസ്വദിക്കുകയുള്ളൂ. നോർവേയിൽ LGBT വമ്പിച്ച പ്രോത്സാഹനം നൽകുന്നുണ്ട്. നോർവേയിലെ ഒരു മന്ത്രിയായിരുന്ന പ്രീ ക്രിസ്ത്യൻ ഫോസ് തൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ പരസ്യമായി കറങ്ങി നടക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല. അത്രക്കും LGBT സ്വീകാര്യതയുള്ള ഒരു രാജ്യമാണ് നോർവേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള 2ാമത്തെ രാജ്യമാണ് നോർവേ. ലക്സംബർഗ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ളത് നോർവേയിലാണ്. അതിസമ്പന്ന രാജ്യമായ നോർവേ യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. തങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുവാൻ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള പങ്കാളിത്തം ഒഴിവാക്കണമെന്ന് നോർവേക്ക് നിർബന്ധമുണ്ട്. ഇംഗ്ലണ്ടിനെ പോലെ യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത മറ്റൊരു രാജ്യമായി ഇപ്പോൾ നോർവേ നിലകൊള്ളുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള വ്യാപാര പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടാവുന്നുമില്ല.
നോർവേയുമായി ചങ്ങാത്തം കൂടുവാനും വ്യാപാരം നടത്തുവാനും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. അത്രയ്ക്ക് സമ്പന്നമാണ് നോർവേയുടെ വാണിജ്യ മേഖല. ഇപ്പോൾ നോർവേയിൽ 9 ലക്ഷത്തോളം കുടിയേറ്റക്കാരുണ്ട്. ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും മാത്രമല്ല, ഉയർന്ന ശമ്പളം കിട്ടുന്നത് കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും നോർവേയിൽ വന്ന് ജോലി ചെയ്യുവാൻ എല്ലാവരും താല്പര്യം കാണിക്കുന്നു. നോർവേയിലെ മുസ്ലിം നേതാവ് ഹാദിയ ടാജിക് മുൻ പാർലമെന്റ് അംഗവും മന്ത്രിയുമാണ്. പാകിസ്ഥാനി സ്വദേശിനിയായ ഈ പെൺകുട്ടി നിയമബിരുദവും മനുഷ്യാവകാശങ്ങളിൽ പ്രത്യേക പഠനവും നടത്തിയിട്ടുണ്ട്. നോർവേയിലെ ഏറ്റവും അധികാരമുള്ള മുസ്ലിം യുവതിയായി ഹാദിയ ടാജിക് അറിയപ്പെടുന്നു. ഇടതുപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടിയുടെ നേതാവാണ് മിസ് ഹാദിയ ടാജിക്. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോ അതിമനോഹരമായ ഒരു നഗരമാണ്. 15 ലക്ഷം ജനങ്ങൾ ഓസ്ലോ നഗരത്തിൽ താമസിക്കുന്നു. 40 ദ്വീപുകളും 343 തടാകങ്ങളും ഉള്ളതുകൊണ്ടാണ് ഓസ്ലോ മനോഹരമായൊരു നഗരമായി കണക്കാക്കപ്പെടുന്നത്. ഓസ്ലോ നഗരത്തിൽ തണുപ്പ് കാലത്ത് 6 മണിക്കൂർ മാത്രമേ സൂര്യപ്രകാശം ഉണ്ടാവുകയുള്ളൂ. അതിനു പകരമായി ചൂടുകാലത്ത് 18 മണിക്കൂറോളം സൂര്യൻ അസ്തമിക്കുകയുമില്ല. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കുവാൻ വലിയ പ്രയാസമുള്ള ഒരു രീതിയിലാണ് നോർവേയിലെ സൂര്യന്റെ ചലനം. കലണ്ടർ നോക്കിയിട്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നത്. മനോഹരമായ മരം കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ ഓസ്ലോ നഗരത്തിന്റെ പ്രത്യേകതയാണ്. പൗരാണികമായ ഈ മരവീടുകൾ കാണുവാനും ഫോട്ടോ എടുക്കുവാനും ടൂറിസ്റ്റുകൾ വലിയ താല്പര്യം കാണിക്കുന്നു. അതുപോലെ ഓസ്ലോ നഗരത്തിലെ മ്യൂസിയങ്ങളും റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും ബാറുകളും ടൂറിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ടവയാണ്. ഇന്ത്യൻ നിലവാരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ വളരെ ചെലവേറിയ റെസ്റ്റോറൻറ്റുകളാണ് ഓസ്ലോയിൽ കൂടുതലായും കാണപ്പെടുന്നത്. എങ്കിലും ഏഷ്യക്കാർ നടത്തുന്ന കബാബ് കടകളിൽ അല്പം വിലക്കുറവുണ്ട്.